താൻ എന്ത് കൊണാപ്പിയാടോ വായിക്കുന്നത്? ആറ്റ് നോറ്റ് നട്ട് നനച്ചുണ്ടാക്കിയ വാഴ അത് കൊലച്ച് മൂത്ത് പഴുക്കാറായപ്പോ അത് വെട്ടി തന്റെ മനയിലെത്തിക്കാൻ പറഞ്ഞ ക്രൂരനായ നമ്പൂതിരി ജന്മിയുടെ ആജ്ഞ അനുസരിക്കേണ്ടി വന്ന പുലയന്റെ വേദന, പഴം തിന്നാൻ മോഹിച്ച പുലയക്കിടാങ്ങളുടെ മോഹഭംഗം, ഇത് രണ്ടും ചേർന്ന കടുത്ത ദുഃഖമാണ് ഇവിടെ ആവിഷ്കരിക്കേണ്ടത്. മനസ്സിലായോ? എവിടുന്ന് മനസ്സിലായി? എന്ത് മനസ്സിലായി? എത്ര പ്രാവശ്യം പറഞ്ഞു? ശരി കേൾക്ക്. താനെന്തോ ട്രാഫിക് പോലീസിനെ പോലെ വെക്കുന്നത്? ഒരു നിഷേധം വരട്ടെ. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ, ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. ഒരു സിഗരറ്റ് എടുക്കട്ടെ? എടുത്തു. പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലായിട്ട്. അപ്പൊ തിരുവേണി, ഒരു ചെറിയ സഹായം. എന്താ? ഇതില് ജന്മിയായിട്ടൊന്ന് നിന്നു തരാമോ? ഡയലോഗില്ല, പിൻപാട്ടാ. ഏയ്, ഞാനില്ല. അതെന്താടോ? ജന്മിയായിട്ട് വേഷം കെട്ടാൻ തന്നെ പോലെ വേറെ ആള് ഈ ദേശത്തില്ല. ഉണ്ട്. തന്റെ അച്ഛൻ അറുമുഖം മുതലാളി. കൊറ്റിനരിയില്ലാത്ത നമ്പൂതിരിമാര് നിങ്ങൾക്ക് ഇപ്പോഴും വർഗശത്രുക്കളാണ്. അയ്യോ, ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചില്ല. വിപ്ലവമാവും ഉദ്ദേശം. ഇടോ, 10 സ്റ്റാൻഡേർഡ് ഏക്കർ കവിഞ്ഞാൽ തരിശും പാടവും തെങ്ങും തോപ്പും ഒക്കെ സർക്കാർ പിടിച്ചെടുത്തോണ്ട് പോകും. ആയിരക്കണക്കിന് ഏക്കർ റബ്ബറും ചായയും കാപ്പിത്തോട്ടവും ഉള്ളവന്മാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ ഷണ്ടന്മാർ ശിങ്കിടി പാടും. അക്കാര്യത്തിൽ ഇടതും വലതും നടുവും ഒക്കെ ഒരുവലല്ലേ? ചങ്ങമ്പുഴയുടെ വാഴക്കുലയൊക്കെ പഴയ തീമാണിടവും. ഇപ്പൊ നമ്പൂതിരിമാരുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. അല്ല, തിരുമേനി ചൂടാവാതെ. ഞാൻ തന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ, വെറുതെ. പണ്ടത്തെ പോലെ പാട്ടും കളിക്കൊന്നും എനിക്കിപ്പോ സമയമില്ല, മനസ്സുമില്ല. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇനി എന്നാ മടങ്ങ? ഒരാഴ്ചക്കുള്ളില് എറണാകുളത്ത് ചില്ലറ പണിയുണ്ട്, പോയിട്ട് വരട്ടെ. നീ പതിവായിട്ട് കഴിക്കാറുള്ള മരുന്ന് കഴിക്കലും മുടക്കണ്ട. ഉണ്ണേട്ടൻ കഴിച്ചില്ലേ കാപ്പി? എങ്ങനെയാ കഴിക്ക? പാലൊഴിക്കാണ്ട്. ഞാൻ ഇറങ്ങായി. പാർവതി എന്താ അയാൾ ഇവിടെ നിർത്തിയിരിക്കണേ? അവിടത്തെ സ്ഥിതിയും മോശമാ. ഇയാൾക്കാണെങ്കിൽ സ്ഥിരപ്പെട്ട ജോലിയൊന്നുമില്ല, ഇലക്ട്രീഷ്യനാ. എന്നാലും കുടുംബത്തിൽ ഇല്ലായ്മ കണ്ടറിഞ്ഞെന്നോളും, അതൊരു ഭാഗ്യം. പൂലോത്താണെങ്കിൽ വാസ്തുവിന് മുഷിയില്ലവോ, ചതുരക ആവാലോ അല്ലേ? ഏയ്, അതെന്താ? ഊണും ഉറക്കവും ഇല്ലാണ്ട് മുമ്പൊക്കെ തമ്പ്രാക്കള് കരുതിക്കാറുണ്ടായിരുന്നു. ഊണും ഉറക്കില്ലായ്മയും ഇപ്പോഴും അവിടെയുണ്ട്. ആരും കരു നീക്കാറില്ല. അച്ഛനോട് വഴക്കിട്ട് ഇറങ്ങിപ്പോന്നപ്പോ എന്നോടും പിണക്കാന്ന് കരുതി. എനിക്കാരോടും പിണക്കമില്ല ശ്രുതി. ഉണ്ടെങ്കിൽ അതെന്നോട് തന്നെ. വലിയ ഇല്ലത്തിന്റെ കാര്യം എന്തായി? കേസ് വാദിച്ച് അവധി വാങ്ങിക്കും. അതിന്മേ 10-20,000 രൂപ കടമുണ്ടെന്ന് പറയണ കേട്ടു അച്ഛൻ. എങ്ങനെയാ കൊടുക്കുക? ഞാനുണ്ടാക്കും എങ്ങനെയെങ്കിലും. മിനിഞ്ഞാന്ന് എന്നെ കാണാൻ ആളുകൾ വന്നിരുന്നു. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല ദേവേട്ട. എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, സമ്മതിക്കില്ല. അല്ലെങ്കിൽ എല്ലാം വിട്ടു പോരണം, അതേ വഴിയുള്ളൂ. അശ്വതി, അരുത്. ഒരു വലിയ ഭാരം ഇപ്പൊ തന്നെ എന്റെ തലയിലുണ്ട്. അച്ഛൻ, അമ്മ, പെങ്ങന്മാർ. അതിനിടയിൽ നിന്നെ കൂടെ വിഷമിപ്പിക്കാൻ വേണ്ട. ഈ പ്രാരബ്ധങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ. ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. വയ്ക്കുള്ളൂ. നീ വരുമ്പോ വല്ലതും കൊണ്ടുവരുന്ന ഞങ്ങൾ കരുതിയത്. ഏട്ടൻ കുറച്ച് കപ്പെങ്കിലും വാങ്ങിട്ട് വന്നിരുന്നെങ്കിൽ അത്താഴം ഒരു കൂട്ടം ആക്കായിരുന്നു. കൈ കാശ് വേണ്ടേ? പലചരക്കടക്കാരൻ ഇനി കടം തരില്ല. നിന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ? ഇവിടെയുള്ളൊരു കാര്യം പോട്ടെ,
അപ്പനും കൂടി ഉള്ളതല്ലേ, എങ്ങനെയാ അത്താഴപ്പട്ടിണി ഇടുക? അപ്പനെ കണ്ടില്ലല്ലോ. ഇവിടെ നിന്ന് മുഷിഞ്ഞിട്ടാവും പുറത്തേക്ക് ഇറങ്ങിയത്. ആ, ഇനിയിപ്പോ കേറി വരുമ്പോ നീ ഇന്നലത്തെ പോലെ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. നമ്മുടെ ഇല്ലായ്മ പുറത്തറിയിക്കണ്ട. എന്താ മോനെ നീ കഥയ്ക്കുന്ന? എവിടുന്നാ ഇങ്ങനെ കൊലയോടെ? അന്വേഷിക്കണ്ട, വെട്ടിയരിഞ്ഞ് വേവിച്ചു കൊടുക്കൂ. ആരും അത്താഴപ്പട്ടിണി ഇറക്കണ്ട. വെട്ടിക്കൊണ്ട് ഓടുന്നത് അടിയൻ കണ്ടത് അമ്പ്ര. ആ കൊല തന്നാല് ഇരി ചെവി അറിയാതെ അടിയൻ കൊണ്ടുപോയിക്കൊള്ളാം അമ്പ്ര. ഇല്ലെങ്കിൽ അടിയന്റെ പണി പോവും. 5-8 ക്രാങ്ങളുള്ളതാ കുടിയില്. നീ ഇത് ചെയ്തു അല്ലേ? നീ മോഷിച്ചു അല്ലേ? തുടർന്ന് തന്നെ അന്തസ്സ് വിറ്റ് നിന്ന് തീരുന്ന പട്ടിണി ഈ കുടുംബത്തില്ലടോ. നടക്ക്. അയ്യോ തമ്പ്ര, അടിയൻ വേണ്ട, ഇതെന്റെ മകൻ ചെയ്ത പാവമാണ്. ഞാൻ തന്നെ പേറണം. ആ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. തന്റെ മാടത്തിന്റെ മുറ്റത്ത് അന്ന് ആ വാഴക്കുല നട്ടപ്പോൾ മലയെപ്പോലെ ഞാൻ ആലോചിച്ചില്ല. നമ്പൂതിരി ജന്മത്വത്തിന്റെ കരാള ഹസ്തങ്ങൾ ആ പഴക്കുല വെട്ടി മനയിൽ കൊണ്ടുപോകുമെന്ന്. തന്നെ ദേവസ്വം ഓഫീസിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നായിരുന്നു. പ്രസിഡന്റിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എടോ നമ്പൂതിരി, താനീ അമ്പലത്തിലെ ആരാ? ഞാൻ കീഴ്ശാന്തി. നിങ്ങളിൽ ചിലർ ദേവസ്വം ബോർഡിനും എനിക്കുമെതിരെ പ്രവർത്തിക്കുന്നതായി ഞാൻ അറിഞ്ഞു. സാർ, അത് ഞാൻ... നിങ്ങളുടെ ചുവരെഴുത്തും വാറോലിയും ഞാൻ കണ്ടു. ഞാൻ അന്യ മതക്കാരനാണെന്നും കട്ടുമുടിക്കാനാണ് ഇതിനകത്ത് കയറി കൂടിയതെന്നും നിങ്ങൾ കൂവി വിളിക്കുന്നത് ഞാൻ കേട്ടു. ആ കൂട്ടത്തിലൊന്നും ഞാനില്ല സാർ. മുഖത്തു നോക്കി കളവ് പറയുന്നു. പ്രകടനത്തിലും യോഗത്തിലും താൻ പങ്കെടുത്തത് കണ്ടവരുണ്ട്. ഇവിടത്തെ എച്ചിൽ നിന്ന് കഴിയുന്ന താൻ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ. മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞ സംഘത്തിലും സമരത്തിലും പെട്ടവനല്ല ഞാൻ. ബോർഡിനോ പ്രസിഡന്റിനോ എതിരായിട്ട് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. സംശയമോ? വാട്ട് യു മീൻ? എടാ, നിന്നെ ഞാൻ കണ്ടോളാം. നിങ്ങൾ എന്തിനാ കരയണേ? ഏട്ടന് വല്ലതും പറ്റിയോ? എന്ത് പറ്റാൻ? ആളുകൾ ഇവിടെ വന്ന് പലതും പറഞ്ഞു. ഏട്ടൻ തല്ലുകൂടിയെന്നും. ഒന്നും വിശ്വസിക്കണ്ട. നിങ്ങൾ കാണുന്നില്ല എന്നെ? അത്ര കുട്ടി, മോള് കരയാതെ. ഒരു ചെറിയ വാക്കേറ്റം അത്രേ ഉണ്ടായുള്ളൂ. നമ്മൾ എന്തിനാ അതിനൊക്കെ പോണത്? അവരൊക്കെ വലിയ ആളുകളല്ലേ. എന്ന് വെച്ച് മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചാൽ കേട്ടോണ്ടിരിക്കണോ? അത്രയ്ക്ക് ആണത്തമില്ലാത്ത നാണം കെട്ടവനല്ല ഞാൻ. ആവശ്യമില്ലാതെ വഴക്കിന് പോയിട്ട് ആർക്കാ ലാഭം? ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞില്ലേ? ഓട്ടെ, കാലത്തും വൈകിട്ടും പോയി നേരിച്ച മാസം കിട്ടുന്ന ശമ്പളം 75 രൂപയാ. അറിയോ? ചോര നീരാക്കി ചന്ദനം അരച്ചുരുട്ടിയാ കിട്ടുന്ന 3 രൂപ. കൂറില്ല. ദക്ഷിണ മേൽശാന്തിക്കേ ഉള്ളൂ. വരായിക കുറഞ്ഞാലും ഒരു ജോലിയായിരുന്നില്ലേ? ഇനി എന്തോ ചെയ്യും? ഇതുവരെ ബ്രാഹ്മണ്യത്തിൽ അഭിമാനിച്ചിരുന്നവനാ ഞാൻ. അതിന് വിലയില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. സത്യവും ധർമ്മവുമല്ല പണമാ വലുത്. അത് ഞാൻ ഉണ്ടാക്കും. എങ്ങനെയെങ്കിലും, എന്ത് ജോലി ചെയ്തെങ്കിലും. എന്താ സാർ? എന്താ എന്താ ഇത്? കൊച്ചുതിരുമേനി അമ്പലത്തിലെ തിരുവാഭരണം കെട്ടുന്നു. സമയദോഷം അല്ലാണ്ട് എന്ത് പറയാനാ? ദൈവത്തിന്റെ മുതൽ ആര് കണ്ടാലും വിടില്ല. എന്തിനാ ബഹളം വെക്കണേ? പുറത്തു കൊണ്ടുവരുമ്പോ എല്ലാവർക്കും കാണാലോ. പണ്ട് അടിയാന്റെ ചോര കുടിച്ച് മതിച്ച് നിങ്ങൾക്കിപ്പോ തടി നിങ്ങൾ ജീവിക്കാൻ കക്കണമല്ലേ? പക്ഷേ ദൈവത്തിന് വേണ്ട. മുന്നിൽ നോക്ക്, അടുക്കളയിൽ നോക്ക്.
മകൻ എന്നെ ഭീഷണിപ്പെടുത്തി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തല്ലി, അതൊക്കെ ക്ഷമിക്കാം. പക്ഷേ ഇതങ്ങനെ വിടാനൊക്കത്തില്ല. ഇതെല്ലാം നോക്ക്. പറയടാ, നിന്റെ ബാക്കി എവിടെ? എനിക്കറിയില്ല. ക്ഷമിക്കണം തമ്പുരാട്ടി, അടിയങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. പിന്നെ കീഴ്ജാതിക്കാരനായി ഞാൻ തൊട്ട് അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ഇതാ 2 രൂപയുണ്ട്. എല്ലാവരും എണ്ണ വാങ്ങി വൃത്തിയായി കുളിച്ച് ഐറ്റം മാറ്റി. എന്നാ ഇതിന്റെ ബാക്കി എവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചോളാം. ഞാൻ മോഷിച്ചിട്ടില്ല. ഞാൻ മോഷിച്ചിട്ടില്ല. ഞാൻ മോഷിച്ചിട്ടില്ല. ये लो प्रसाद, ये सोने की जगह नहीं और कहीं जाके सो. ഒരു ചായ. എടാ, നാട് മുഴുവൻ ഇറങ്ങി ഉണ്ടാക്കണ പൈസ നീ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ടാള്? വെറുതെ കൊണ്ടിട്ടാളില്ല, ചിലപ്പോ കിട്ടും ചെയ്യും. കുഞ്ഞാലിക്കൊക്കെ അതിന്റെ രസാറാണെങ്കിലേ നിങ്ങൾ വന്ന് കെട്ടി വെക്കും. 1 വെച്ചാൽ 5 കിട്ടും, ചിലപ്പോ 10 കിട്ടും. ഞമ്മക്കാ കായ് വേണ്ട. ആ ഞമ്മക്ക് കാര്യണ്ട്, നമ്മളെ കച്ചവടം നടക്കുമല്ലോ. ഒരു ബന്നും കൂടെ. ഇപ്പൊ എത്രയായി? 4. അല്ലോ, എവിടെയാണോടെ ഈ മയ്യത്ത് കെട്ടിലുണ്ട് വെച്ച് കുറച്ച് അരിക്കേക്ക് വെച്ചൂടെ? എന്താ ഈ നോക്കി പേടിപ്പിക്ക? अच्छा वॉच है, ओरिजिनल वॉच. नहीं चाहिए. मेड इन जापान. मेरा को नहीं चाहिए. मेड इन जर्मनी. जाना ही. मेड इन स्विट्जरलैंड. जाना. मेड इन ഞെളിയം പറമ്പ്. जाना. എടാ എന്റെ ഒക്കെ ബാപ്പ കെട്ടാനായിക്കടാ മാരി. ഒരു പെണ്ണും കൂടെ. ഒരു പെണ്ണും കൂടെ. 6 റുപ്യ 45 പൈസ. ഇനി എന്താ വേണോ? എന്റെ പൈസ പൈസ എടുക്ക്. പൈസ ഇല്ല. പിന്നെ പൈസ ഇല്ലാണ്ട് അടിച്ച് വായിലെ പല്ലു വയ്ക്കും ഞാൻ. എടാ അതെ, എന്തേ വിളിക്കണോ നമ്മളെ ആളുകളെ? എന്തേ പിടിച്ചു കെട്ടി കയ്യും ഞാൻ ഓടിക്കണം. എന്നിട്ട് പൈസ ഇല്ല തന്നെ. എന്ത് വേണേലും എന്നെ ചെയ്തോളൂ. പട്ടിണി കിടക്കുന്നതിലും ഭേദമല്ലേ അത്? എടാ നമുക്കേ അതിന്റെ ഒടുക്കത്തെ തീറ്റി കണ്ടപ്പോ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാലും പട്ടാപ്പകൽ ഇങ്ങനെ ഒരുത്തം വന്ന് പറ്റിക്കൊന്നും നമ്മള് കരുതിയില്ല. എടാ ഹംക്കെ, എടാ ഹംക്കെ, എടാ ഉളുപ്പില്ലാണ്ട് വാങ്ങി നക്കിയിട്ട് എന്തിനടാ ആ പാവപ്പെട്ട കുഞ്ഞാലിക്കാക്കൻ ഇടങ്ങാറാക്കണേ? എടാ ഇവിടെ എത്ര വലിയ വലിയ ഹോട്ടലുണ്ട്, അവിടെ കയറി നെയ്ച്ചോറോ ബിരിയാണിയോ കോഴി പൊരിച്ചതോ പൊറോട്ടയോ എന്ത് വേണം നക്കിക്കൂട. ആ പൂജായില്ലേ ഇങ്ങോട്ട് കൊണ്ടുപോയി. അവിടെയുള്ളവരുടെ ഭാഷ എനിക്കറിയില്ലല്ലോ. ഇദ്ദേഹത്തോട് സങ്കടം പറഞ്ഞ ഒരു മലയാളി ആയതുകൊണ്ട്. മലയാളി ആ പേരും പറഞ്ഞ് നാട് നാറ്റിക്കാൻ വരുന്നവരാ കാട്ടു കള്ളന്മാരും. പെട്ടിയും പെട്ടിയും കുറച്ചൊക്കെയായിട്ട് കയറി വരും. ആ പെട്ടിയും കെടുക്കും. ആ പെട്ടിയിലൊന്നുമില്ല. എന്റെ മുഷിഞ്ഞ ഒരു മുണ്ട് ഷർട്ടേ ഉള്ളൂ. ആ അത് മേശ നടക്കാനും വിളക്കി തീരിടാനും പറ്റും. പഴയ തകരത്തിനും കിട്ടും കായ്. ആ നടക്ക്. ആ വണ്ടി അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട. തോൽപ്പിക്കാനൊന്നുമല്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ അന്ന് നിങ്ങളുടെ കാശ് ഞാൻ തരും. വിസായം പറഞ്ഞേക്കാണ്ട് നടന്നോ, അല്ലെങ്കിൽ അത് തടി കൊടുക്കാവൂ. ആ ഞമ്മക്ക് വേറെ പണിയുണ്ട്. എന്റെ ഇങ്ങോട്ട് വാടോ. പുറമെ ചാടി കളിക്കെങ്കിലും കുഞ്ഞാലിക്കിന്റെ ഉള്ളു നല്ലതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്ന് അലഞ്ഞു നടന്ന കാലത്ത് നമ്മൾ സഹായിച്ച ആളാണ്. പിന്നെ തിരക്കൊഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ മതി. വിടണ്ട, വൈത്താല് കൂടിക്കോളി കേട്ടാ.
നാട്ടിൽ വല്ലവരെയും കട്ടിട്ടോ കൊന്നിട്ടോ ചാടിപ്പോന്നതാണോ? എന്തേനും അവിടെ പണി? അമ്പലത്തില് പൂജാരിയാണ്. സംഭവിച്ചതായിട്ട് ഞങ്ങൾ ചേർക്ക് നടക്കണേ. എടുത്തോളി, മേലിലും ബൈക്ക് കണ്ടുപോരുത്. എനിക്ക് പോകാനൊരു ഇടമില്ല. ഈ സ്ഥലവും പരിചയമില്ല. രാത്രി അളിഞ്ഞടക്കണ കണ്ട പോലീസ് ഉപദ്രവിക്കും. അത് നാട്ടിൽ നിന്ന് പുറപ്പെടും ആലോചിക്കേണ്ടിയിരുന്നു. ഇവിടെ വന്ന് നിധി കുഴിച്ചെടുക്കാൻ കരുതി ഞങ്ങള്. ചക്കയമ്മിൽ ഈച്ച പൊതിയാണ് ചേർക്കാൻ നാട്ടിൽ നിന്ന് ദിവസം ആളുകൾ വന്നിറങ്ങണം. വിളഞ്ഞീമ പറ്റിപ്പിടിച്ച് ഒടുങ്ങാന്നല്ലാണ്ട് അതിന് കഴിച്ചിലാവണ ഒരു ചുരുക്കേ ഉണ്ടാവും. നിങ്ങൾ എന്തിനാന്ന് എന്റെ പിന്നാലെ നടക്കണത്? എന്നെ ഒന്ന് സഹായിക്കണം. പള്ള അർജുൻ തിന്നാൻ പോരാ, പിന്നെ സഹായോ? അല്ല പിന്നെ നിങ്ങൾ എന്റെ വൈത്താല കൂടിയിട്ട് ഒരു കാര്യമില്ല. മര്യാദക്ക് വേറെ എവിടെയും പോയിക്കോളി. പാതിരിയായാലേ പോലീസുകാരുടെ ഇടങ്ങാറ് കൂടും. എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. കിടക്കാൻ ഒരിടം തന്നാ മതി. എന്റെ റബ്ബേ, ഇതൊരു നുമ്പിരായാലോ. എന്നെ കൊണ്ട് കഴിയൂലെന്ന് പറഞ്ഞില്ല ഞാന്. നിങ്ങൾ വേറെ ആളെ നോക്കി. വേറെ ഒരു ഗതിയില്ലാഞ്ഞിട്ടാ എന്നെ കൈവിടരുത്. ഓ പണ്ടാറടക്കായ, ഇതൊരു മുസീബത്തായല്ല. എന്താ നിങ്ങളുടെ പേര്? ദേവനാരായണൻ. ഇതാണ് ഞമ്മളെ കുടി. ആ കട്ടിലെടുത്ത് അവിടെ കാറ്റോട്ടം കിട്ടുന്നെടുത്തിട്ട് കടന്നോളി. പിന്നെ കുളിക്കണമെങ്കിൽ അപ്പുറത്ത് പൈപ്പുണ്ട്. എന്താ ഇത്? ഞാൻ ബാപ്പ പറഞ്ഞു കാൽസറായോ കാണും. അതിലേതെങ്കിലും ഒന്ന് പറ്റുമോ നോക്കി.